കണ്ട കോളിന് ഇലക്ഷൻ തീർന്നാലും പ്രചരണം തീരുമെന്നും തോന്നണില്ല. റിസൾട്ട് വരെ പ്രചരിപ്പിക്കാനാണ് ചാൻസ്. വെളുപ്പിച്ചാണെങ്കിൽ PR ടീമിന് വയ്യ. ചെയ്തു കൂട്ടിയത്തത്രയും കുഴിച്ചു മൂടുകയും വേണം, ചെയ്യാത്തതൊക്കെ ഉയർത്തിപ്പിടിച്ച് കാണിക്കുകയും വേണം. സത്യം പറഞ്ഞാൽ ബംഗാളി ചെയ്യണ ജോലി ഇതിനേക്കാളും എത്രയോ സിമ്പിൾ എന്നറിയോ. ഇപ്പം പിന്നെ നിശബ്ദ പ്രചരണമാണ്. നമസ്കാരം, വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. പണ്ട് പ്രചരണത്തിന് ഒരു ഓട്ടോറിക്ഷയും ഒരു മൈക്കും ധാരാളമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ സ്പീക്കർ, LED സ്ക്രീന്, ഡ്രോണ്, പൊട്ടാൻ കതിന, സ്ഥാനാർത്ഥി സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ആൾ വരുമ്പോഴത്തേക്ക് പറയുന്ന പോലെ ഒരു ഡീറ്റെയിൽ ഇൻട്രൊഡക്ഷൻ. ചെറ്റക്കുടിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് വളർന്നതിൻ്റെ, പട്ടിണി കിടന്നതിൻ്റെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിൻ്റെ, പോലീസിൻ്റെ ഏറ്റുകിട്ടിയ ലാത്തി ചാർജിൻ്റെയൊക്കെ കഥ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു കോൾമയിൽ അങ്ങോട്ട് കൊള്ളും. അതേ പുള്ളിയുടെ ഇപ്പോഴത്തെ ആസ്തിയുടെ കണക്കൊന്ന് എടുത്തു നോക്കണം. ഈ കേരളത്തിൻ്റെ മൊത്തം കടം തീർക്കാൻ ആ ഒരൊറ്റ പുള്ളി വിചാരിച്ചാൽ സാധിക്കും. എല്ലാവരും പറയും വികസനം മാത്രമാണ് ലക്ഷ്യമെന്ന്. പണ്ട് വികസനം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം വികസനം വയറിലും ക്യാമറയിലും മൈക്കിലൂടെ മാത്രമാണെന്നേ ഉള്ളൂ. ഒരു വീട് വെച്ച് തീരുമ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്ന് നമ്മുടെ എഞ്ചിനീയർ നമുക്കൊരു 3D പ്രിൻ്റ് എടുത്ത് തരൂലേ, അതുപോലെ കേരളത്തിൻ്റെ പുതിയ AI മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. എഞ്ചിനീയർ തരുന്ന പ്രിന്റിൽ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട് കാണേയില്ല എന്ന് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ AI മോഡൽ നമ്മൾ സാധാരണക്കാരും കാണൂല. പിന്നെയും സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരും മൊത്തം പണക്കാരും അതിലുണ്ടാവും. അന്നും ഇന്നും നമ്മൾ മിഡിൽ ക്ലാസ്സുകാർ രണ്ട് സൈഡും കൊട്ടണ ചെണ്ട തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റോഡിൽ നടക്കുന്ന ചെക്കിങ്. ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്ത് ഇറങ്ങിയവനാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ടാക്സിക്കാരനാണെങ്കിൽ, അവൻ്റെ ബോണറ്റ് വരെ പൊക്കി നോക്കി പൈസ കൊണ്ട് പോണില്ല എന്ന് ഉറപ്പിക്കും. അല്ല, ജനങ്ങൾക്ക് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കാനാണെന്നാണ് ധാരണ അല്ലേ? കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇതെന്ത് തമിഴ്നാടാ? അങ്ങനെ കൊടുക്കാനുള്ള കാശുണ്ടായിരുന്നു ആ ചേട്ടന്മാർ എന്നെ വീതിച്ചങ്ങ് എടുക്കുള്ളൂമായിരുന്നല്ലോ. ഇനി അഥവാ പൈസ കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ കൊണ്ടുപോകുമെന്ന് അവർക്കും അറിയാം, ഈ ചെക്കിങ്ങിന് നിൽക്കണ നിങ്ങൾക്കും അറിയാം. അല്ല, ഈ ധൈര്യം 10 വണ്ടി കറുത്ത ഗ്ലാസ്സൊക്കെ ഒട്ടിച്ചിട്ട് ചീറിപ്പാഞ്ഞ് നല്ല സൈറനൊക്കെ ഇട്ട് ചീറിപ്പാഞ്ഞ് പോണ വണ്ടിയിൽ ഏതെങ്കിലും ഒന്നിനെ കൈ കാണിച്ച് നിർത്തി ചെക്കിങ് ചെയ്യാനും കൂടെ കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പാരഡികൾക്ക് മാത്രം അന്നും ഇന്നും ഒരു കുറവുമില്ല. ചില പാട്ടൊക്കെ കേട്ടുപോയ ഒറിജിനൽ അങ്ങ് മറന്നു. കറക്റ്റ് ആർട്ടിഫിഷ്യൽ കുന്നുംകുളത്തുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കൊച്ചിലേക്ക് ഒരു പാരഡി കേട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു വിപ്ലവ വീര്യം വരുന്നല്ലേ. ഇപ്പോഴത്തെ പാരഡികൾക്കെല്ലാം ബീപ്പ് സൗണ്ട് ഇടേണ്ടി വരും. ഇതൊക്കെ റോഡിൽ ബോക്സ് വെച്ച് പാടിക്കൊണ്ട് പോകുമ്പോൾ കുട്ടികൾ കേട്ട് പഠിക്കൂലേ എന്നുള്ളതാണ്. എൻ്റെ കൊച്ചിലേക്ക് ഒരു പാരഡി ഗാനം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ പേരും അവർ മത്സരിക്കുന്നതിൻ്റെ ചിഹ്നമൊക്കെയാണ് എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത്. നീലാണ്ടൻ ചേട്ടൻ്റെ റേഡിയോ ചിഹ്നത്തിൽ കുത്തട 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 നീ കുത്തട 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 നീ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും മറ്റേ പാർട്ടിയെ പരമാവധി താറടിച്ച് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം. ഓസ്കാറും പാളിയും കൊണ്ടുപോയല്ലോ സീറ്റ് തരാത്ത പാർട്ടിയെ നമ്പി വിടാതെ. ഇപ്പോഴത്തെ ഇലക്ഷൻ സമയത്ത് ഒരു പാരഡിയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഇതാ പിടിച്ചോ. നാടിൻ രക്ഷകനെ വല്ലഭനെ അടുത്ത മുഖ്യനെ ഓടി വന്ന് നിന്ന് പൊക്കിപ്പാട് സ്തുതി പാടകരെ കാലം കാത്തു വച്ച കർമ്മത്തിന്റെ പണി വരുന്നുണ്ട്, നമുക്ക് വോട്ടു ചെയ്യാൻ നേരമായേ. ഭരിക്കാൻ പേടിയില്ല, ഭണ്ഡാരത്തിൽ പൈസയുമില്ല, അടിച്ച സ്വർണത്തിന്റെ കാര്യം നോക്കാൻ നേരവുമില്ല, കസേര നേടാനായി എല്ലാവർക്കും തിടുക്കം, ഒന്ന് പൊക്കിത്തന്ന കേരളത്തെ കൊണ്ടുപോയി തിന്നോളം, എനിക്കും ഭരിക്കണം, ഒറ്റയ്ക്ക് മുക്കണം. പ്രചരണത്തിൻ്റെ അടുത്ത ഭാഗം ഇറങ്ങുന്നത് അത് ഇവിടെ നിന്നല്ല, അത് ആ നോർത്തിൽ നിന്നാണ്. ഈ രസതന്ത്ര സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു മുനിയമ്മ വന്നിട്ട് കൺമണിയുടെ കഴുത്തിൽ താലി കയറും എന്ന് പറയണില്ലേ, അതുപോലെ കുറച്ച് സ്വാമിമാർ വന്ന് പറഞ്ഞിട്ടുണ്ട് കേരളം നേട്. ആര് നേടി, എപ്പോൾ നേടി എന്നൊന്നും ചോദിക്കരുത്, നേട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ പേടിക്കൂലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിള്ളേർ പേടിക്കും. അത് മാത്രമല്ല, TV വഴക്കുണ്ടാക്കുന്ന അപ്പന്മാരെയും ചറപറ വിളിച്ച് പറയണ മാമന്മാരെ കണ്ടാലും കുഞ്ഞുങ്ങൾ പേടിക്കും. പിന്നെ ഓർമ്മ വച്ച കാലം മുതൽ കേട്ടുവരുന്ന സ്ഥിരം കുറച്ച് വാക്കുകളുണ്ട്. അത്യുജ്വല വിജയം, പിന്നെ 10ാം ക്ലാസ് അല്ലേ എഴുതിയവർക്കെല്ലാം A+ കിട്ടാൻ, നാടിൻ്റെ നായകൻ. സിനിമയിലൊക്കെ നായകന്മാർ നെഞ്ചും വിരിച്ച് വന്ന് ഒരു 10 പേരെയൊക്കെ ഇടിച്ചിട്ടിട്ട് വില്ലൻ ചോദിക്കണ കാര്യത്തിനൊക്കെ ചൊളയായിട്ട് ഇങ്ങനെ മറുപടി കൊടുക്കുന്നതാണ്. ഇവിടെ നായകൻ കറപുരളാത്ത കൈകൾ. അധ്വാനിക്കണം. ആ മൺവെട്ടി എടുത്ത് അങ്ങോട്ട് കൈ കൊടുത്തു നോക്ക്. അധ്വാനിച്ചാൽ മാത്രമേ കയ്യിലൊക്കെ കറ ഉണ്ടാവുകയുള്ളൂ. വികസനത്തിൻ്റെ കാവലാണ്. കുലംകുത്തി, കിണറുത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചെറ്റത്തരം അങ്ങനെ പറഞ്ഞുകൂടാ. ഇപ്പം ചെറ്റക്കുടിലുകളൊന്നും ഇല്ല. കർമ്മയോഗി, കർമ്മയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി കുറച്ച് ടിപ്പ് പറഞ്ഞു തരട്ടെ. സമയം താമസിച്ചുപോയി, എന്നാലും അടുത്ത 5 വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാമല്ലോ. അനാവശ്യമായി വായ തുറക്കരുത്. ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണോ, അല്ല ചാനലുകൾ വന്ന് ഞെക്കി പകിപ്പിച്ച് ഓരോ ചോദ്യം ചോദിക്കും. അത്യാവശ്യം ഇല്ലെങ്കിൽ മറുപടി പറയരുത്.
നമ്മൾ വാ തുറന്ന അടുത്ത പാർട്ടിക്ക് അത് വളവാകും. കുറച്ച് അസഹിഷ്ണുതയൊക്കെ അങ്ങ് സഹിക്കാം. പിന്നെ അഭിനയം കുറച്ചൊന്ന് കുറയ്ക്കുക. സ്തുതിപാഠകർ മാറി നിന്നങ്ങ് പാടിക്കോട്ടെ, അധികം മൈൻഡൊന്നും ചെയ്യേണ്ട. പിന്നെ ഈ ചാനലുകളൊക്കെ തുടങ്ങി ഓടി നടന്ന് പരസ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചോറുണ്ടോണ്ടിരുന്നപ്പോൾ ചിരിച്ചിരിച്ചിരിച്ചു മനുഷ്യൻ്റെ മണ്ടയിൽ കയറിയുന്നേ. 1 മിനിറ്റിൽ 5 പരസ്യം, അതും 5 പാർട്ടിയുടെ. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വികസിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും നമ്മളെ തടയുകയാണെങ്കിൽ പിന്നെ ജയിച്ചാലും അവകി പോവണ്ട, വികസിപ്പിക്കണ്ട, തീർന്നല്ലോ പ്രശ്നം. അടുത്ത 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ പാർട്ടി ചിഹ്നം നോക്കി കുത്തുന്നവരൊക്കെ അങ്ങ് മാറും. പിന്നെ വ്യക്തി നോക്കി കുത്തുന്നവരങ്ങ് വരും. പൊതുജനം കഴുതയല്ല, അതങ്ങ് ഓർത്താൽ മതി. മെയിൻ കസേരയ്ക്ക് വേണ്ടി കിടന്ന് അടിപിടി കൂടണ്ട. കുറച്ച് വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഉള്ള സ്ഥാനാർത്ഥിയെ നിർത്താനും കൂടെ പറ്റിയാൽ പൊളിച്ചു. രാഷ്ട്രീയമൊന്നും അറിയില്ല, ഇത് വീട്ടിലിരിക്കുന്നവരുടെ രാഷ്ട്രീയം. അഴിമതി നിർത്തലാക്കുമെന്നും വികസനം കൊണ്ടുവരുമെന്നും മറ്റേ പാർട്ടി ചെയ്ത നെറികേടുകളൊക്കെ ചോദ്യം ചെയ്യും എന്ന് പറയുന്ന സമയം ഇനി ഒരു രക്തസാക്ഷി ഉണ്ടാവില്ല എന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിക്രമമൊന്നും നേരിടേണ്ടി വരില്ല എന്നും നേരിടേണ്ടി വന്നതിൻ്റെ പേരിലുള്ള വിധിക്ക് വർഷങ്ങൾ തോറും കാത്തിരിക്കേണ്ടി വരില്ല എന്നും ജയിച്ചു കഴിഞ്ഞാൽ ജാതി മതം പാർട്ടി ഇതൊന്നും ജനസേവനത്തിന് മതിൽക്കെട്ടാവില്ല എന്നും ആരും പറഞ്ഞു കേട്ടില്ല. ഈ ഒരു വാക്കിനും പ്രവൃത്തിക്കും വേണ്ടി കാത്തിരിക്കുന്ന സാധാരണക്കാരുള്ള കേരളമാണിത്. കേരളത്തിൽ ഇപ്പോഴും ഭൂരിപക്ഷം അവർ തന്നെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്.